നമുക്കിന്ന് എളുപ്പത്തിലൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നിങ്ങൾ ആവശ്യാനുസരണമുള്ള ചിരകിയ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. അത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. വഴറ്റി അത്യാവശ്യം ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അരച്ച് മാറ്റി വയ്ക്കുക. ശേഷം വേറൊരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനൊരു മീഡിയം സൈസ് 2 സവോള ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചതച്ചോ നിങ്ങൾക്ക് ചേർക്കാം. ശേഷം നമുക്ക് ഒരു 3 മുതൽ 4 വരെ പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ സവോള നമുക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ വറുത്തരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യാനുസരണമുള്ള വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക്, ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാമാണ്. ആ ഒരു ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ചിക്കൻ റെഡിയാണ്.